ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് സമാധാനത്തിലേക്ക് തിരിച്ചെത്തി എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പടുകൂറ്റൻ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് കടന്നുപോകുന്നത് എന്ന് നമ്മൾ കാണുന്നു. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകമാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് തുടക്കം. ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണവും ബംഗ്ലാദേശിൽ പടരുകയാണ്. പ്രതിഷേധവുമായി ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ കൂടി തെരുവുകളിലെത്തിയതോടെ ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ കലാപഭൂമിയായി മാറിയിരിക്കുന്നു. അയലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അശാന്തമായ അയൽ നമ്മളെ എങ്ങനെ ബാധിക്കും? ആദ്യം കാണാം RDX റാപ്പ്. ബംഗ്ലാദേശ് യുവജന നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ ഉടലെടുത്ത കലാപം രൂക്ഷമാവുകയാണ്. ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വ്യാപകാക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ പ്രതിഷേധം ശക്തം. ബംഗ്ലാദേശ് യുവജന നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് നേരെ വെടിയുതിർത്തയാളെ തിരിച്ചറിഞ്ഞു. കേസിലെ പ്രധാന പ്രതി ഫൈസൽ കരീം മസൂദാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൈമൻ സിംഗിൽ ഹിന്ദു യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കൊല്ലപ്പെട്ട ദിബു ചന്ദ്രദാസിന് നീതി ലഭിക്കണം, വർദ്ധിച്ചുവരുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദുമത സംഘടനകളും ന്യൂനപക്ഷ അവകാശ ഗ്രൂപ്പുകളും ധാക്കയിലെ നാഷണൽ പ്രസ് ക്ലബിന് മുന്നിൽ പ്രകടനം നടത്തി. മതനിന്ദ ആരോപിച്ചാണ് വസ്ത്രനിർമ്മാണശാല ജീവനക്കാരനായിരുന്ന ദിബുവിനെ മർദ്ദിച്ച് കെട്ടിത്തൂക്കിയ ശേഷം മൃതദേഹം കത്തിക്കുകയായിരുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് ബംഗ്ലാദേശ് പോകുകയാണെന്നും മുഹമ്മദ് യൂനിസ് അശക്തനെന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. ആരാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി? ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ പ്രക്ഷോഭത്തിലെ മുൻനിര പോരാളിയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. ഹാദിയുടെ ഇൻക്വിലാബ് മഞ്ച് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ, ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ മാറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചു സംഘടനയാണ്. ഇന്ത്യയോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച നേതാവാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് നമ്മൾക്കിപ്പോൾ അറിയാം. ഡിസംബർ 12 ധാക്കയിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ ഹാദിയെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് സിംഗപ്പൂരിൽ വെച്ച്. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണവാർത്ത പ്രചരിച്ചതിന് പിന്നാലെ അവിടെ വലിയ കലാപം ഉണ്ടായത്. മെമൻ സിംഗിൽ ആ സ്ഥലത്ത് ഹിന്ദു യുവാവായ ദിബു ചന്ദ്രദാസ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ അവിടെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു മത സംഘടനകളും ന്യൂനപക്ഷ അവകാശ ഗ്രൂപ്പുകളും അവിടെ തെരുവിലേക്ക് ഇറങ്ങി. ഹിന്ദു വീടുകളും ക്ഷേത്രങ്ങളും ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ട് തുടരെ വരുന്നുണ്ട്. സംഘർഷത്തിൽ BNP നേതാവിൻ്റെ മകളെ തീയിട്ട് ചുട്ടുകൊന്നു എന്ന വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് ബിലാൽ ഹുസൈൻ്റെ 7 വയസ്സ് മാത്രം പ്രായമുള്ള മകളാണ്. അയേഷ എന്നൊരു പേരുള്ള കുട്ടിയാണ്. ലക്ഷ്മിപൂർ സദറിലെ വീടിന് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു അക്രമികൾ എന്ന വിവരമാണ് വന്നത്. 2 മക്കൾക്ക് കൂടെ, ബിലാൽ ഹുസൈനും കൂടെ ഗുരുതരമായി പരിക്കേറ്റു. അവിടെ അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മുഹമ്മദ് യൂനുസ് അശക്തനാണ് എന്നാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത്. ഇടക്കാല സർക്കാരിന് കീഴിൽ രാജ്യം അരാജകത്വത്തിലേക്ക് വീഴുകയാണ് എന്ന് അവർ വിമർശിക്കുന്നു. ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യ ബന്ധം വഷളാക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. തീവ്രവാദ നിലപാടുള്ളവരെ ക്യാബിനറ്റ് സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു എന്നും ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട്. വലിയ കുഴപ്പമാണ് ബംഗ്ലാദേശിലാകെ നടക്കുന്നത്. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കുകയാണ്. രാജ്യം തന്നെയും വലിയ അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിപ്പോൾ ഇടക്കാല സർക്കാർ വരുന്നു. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രാജ്യം പതുക്കെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു കുഴപ്പങ്ങൾക്ക് ഒടുവിൽ കാര്യങ്ങളൊന്ന് നോർമൽസിയിലേക്ക് വരുമെന്നാണ് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ മട്ടിലുള്ള ഈ വ്യാജ പ്രചാരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇവിടെ ഈ ബംഗ്ലാദേശികൾ ഇവിടേക്ക് കയറുന്നു, ഇവിടെ മുഴുവൻ നടക്കുന്ന ഭായിമാരെല്ലാം ബംഗ്ലാദേശികളാണെന്ന മട്ടിൽ ഇവിടെ നടക്കുന്ന പ്രചാരണത്തിൻ്റെ, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആ പ്രചാരവേലയുടെ മറ്റൊരു മുഖമാണ് ബംഗ്ലാദേശിൽ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുക. അവിടുന്ന് നമുക്ക് തന്നെ ധാരാളം വീഡിയോകൾ കിട്ടാറുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇന്ത്യ വിരുദ്ധ പ്രചാരണം. അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ അവിടെ ഈ കാണുന്ന ഹിന്ദുക്കളൊക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ള തോന്നലിലേക്ക് അവർ കടക്കുകയാണ് ബംഗ്ലാദേശികൾ. ആ രീതിയിലുള്ള, അതായത് ബംഗ്ലാദേശികൾ എല്ലാവരും ഒന്നുമല്ല, ബംഗ്ലാദേശികളിലെ ഈ ഇത്തരം ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെയൊക്കെ ആശയപ്രചാരണത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ആ നിലയ്ക്ക് കണക്കാക്കുന്നു, ആ നിലയ്ക്കുള്ള ആക്രമവും അഴിച്ചുവിടുന്നു. ഇതിപ്പോൾ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുമായി ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ബന്ധമുള്ളവരല്ല ഈ ഹാദി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ. ഇപ്പോൾ ഖുൽനയിൽ മറ്റൊരു വിദ്യാർത്ഥി നേതാവിനും വെടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ നേതാക്കന്മാരൊന്നും, ഈ വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ വളരെ ചെറുപ്പക്കാരാണ്. അവർക്ക് അങ്ങനെ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല. ആകെപ്പാടെ ഈ പകർന്നു കിട്ടിയ വിദ്യാഭ്യാസ
വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയും ഈ നിലയ്ക്കുള്ള കുറേ കാര്യങ്ങളുമൊക്കെയാണ്. അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഈ അവിടെ അക്രമം അഴിച്ചുവിടുന്നു. ആ അക്രമം വിപ്ലവമാണ് എന്നവർ വിശ്വസിക്കുന്നു. ആ രീതിയിൽ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ അക്രമവും വിപ്ലവവും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഈ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ സ്വാധീനത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഉയരുന്നത്. ആ ഘട്ടത്തിൽ ഈ ഹാദി അടക്കമുള്ളവർ നിഷേധിക്കുന്നുണ്ട്, എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല. അപ്പോൾ ബന്ധമില്ലാത്തതിന് കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. കാരണം എന്താണ് ഈ ന്യൂനപക്ഷങ്ങളോടല്ല ഈ മറ്റേ സ്ത്രീകളോടുള്ള സമീപനമൊക്കെ കുഴപ്പം പിടിച്ചതാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്ക് ഐക്യപ്പെടാൻ കഴിയില്ല. അതുപോലെ ഈ ഭിന്നലിംഗ വിഭാഗങ്ങളെന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ആളുകളോടൊക്കെ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അത് പറ്റില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത്. ആ തിരിച്ചറിവിലേക്ക് അദ്ദേഹം വരുന്നത് ആദ്യം തന്നെ ഈ ആശയപ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള വിപ്ലവത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവിടെ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ച് ഭരണം തന്നെ മാറി അവിടെ നിന്ന് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് നാട് കടത്തുന്ന സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ പലായനം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിന് ശേഷമാണ് അവർക്ക് ഒരു ആശയ വ്യക്തത തന്നെ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവർ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു ഈ ഹാദി. ഓട്ടോറിക്ഷ പോകുമ്പോഴാണ് വെടിയേൽക്കുന്നത്. അങ്ങനെ ഭയങ്കര വലിയ പ്രസ്ഥാന നേതാക്കൾ എന്ന നാട്ടിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ശേഷിയൊന്നും അവർ അങ്ങനെ, അല്ലെങ്കിൽ അവർ അത്തരം ഒരു സുരക്ഷാവലയത്തിൽ നടക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഈ വിപ്ലവ നേതാക്കന്മാരാണ്. അവിടെ നടന്നിരിക്കുന്ന വലിയ സംഘർഷത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നവരാണ് ഇവർ. പക്ഷേ നമ്മളൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് നോക്കിയാൽ മനുഷ്യത്വ വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അവർ ഈ വിപ്ലവമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കുന്നതാണ്. അവിടുത്തെ ബംഗ്ലാദേശികളായ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നത് കൂടിയാണ് വിപ്ലവ പ്രവർത്തനമെന്ന് ധരിച്ചു വെച്ചായിരിക്കുന്ന ആളുകളാണ്. അത് ആത്യന്തികമായി ഈ വെറുപ്പും മതവിദ്വേഷവും ഒക്കെ ലോകത്ത് എവിടെയായാലും ഒരേ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുക. അതിപ്പോൾ പാകിസ്ഥാനിലായാലും അത് ബംഗ്ലാദേശിലായാലും ഇന്ത്യയിലായാലും ഒരേ രൂപത്തിലാണ് പ്രവർത്തിക്കുക എന്നത് കൂടുതൽ വ്യക്തമാവുകയാണ് അവിടെ ഈ സംഭവവികാസങ്ങൾ. മാത്രമല്ല ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യമാണ്. അവിടെ ഇത്തരം അസ്ഥിരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇന്ത്യക്കൊട്ടും ഭൂഷണമല്ല. മാത്രമല്ല അവരിപ്പോൾ നിരന്തരം അവിടുത്തെ ഈ ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി അവർ ഇന്ത്യയുടെ പകുതി വെട്ടിമുറിച്ച് പാകിസ്ഥാന് കൊടുക്കണം എന്നൊക്കെയാണ് അവരുടെ വന്യമായ സങ്കല്പത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്രമായ പ്രചാരവേലയിൽ ഏർപ്പെടും. ഇത് കൂടുതൽ ഗുരുതരമായ കുഴപ്പങ്ങളിലേക്ക് അവരെ കൊണ്ടുചെന്ന് ചാടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അവരുടെ ആ നിലയ്ക്കുള്ള എന്തെങ്കിലും ഈ രാജ്യത്തിനകത്ത് കിടന്നുള്ള അഭ്യാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിനപ്പുറത്തുള്ള എന്ത് ശ്രമത്തെയും ഇന്ത്യ നേരിടുക ഏറ്റവും രൂക്ഷമായ സ്വഭാവത്തിലായിരിക്കുകയും ചെയ്യും സ്വാഭാവികമായും. അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഇവർ മനസ്സിലാക്കുക. അതാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ പലതരത്തിൽ പല ലെയർ ആയിട്ടുള്ള സംഗതികളുണ്ടല്ലോ. ഇപ്പോൾ പാകിസ്ഥാൻ ഇതൊരു അവസരമാക്കാൻ നോക്കുകയാണ്. പാകിസ്ഥാനോട് വളരെ അടുപ്പം കാണിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ സർക്കാർ. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ശത്രുത? ഇന്ത്യ അയൽരാജ്യമായതുകൊണ്ടും ആത്യന്തികമായിട്ട് ഇന്ത്യ ഒരു ഹിന്ദുക്കളുടെ കേന്ദ്രമായതുകൊണ്ടുള്ള ശത്രുത ഇന്ത്യയോടും അവിടെയുള്ള ഹിന്ദുക്കളോട് എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ്. അതായത് അവർ വിശ്വാസം എന്ന് കണക്കാക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ നയിക്കുകയാണ്. അവരുടെ വിശ്വാസത്തിന് വേണ്ടി കൂടിയാണ് അവർ ഈ പറയുന്ന സംഗതികളിലേക്ക് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ മുൻകാലങ്ങൾ അതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്നത് പോലെ ആദ്യകാലങ്ങളുള്ളതുപോലെ ഒരു സെക്യുലറായിട്ടൊരു അവസ്ഥ പരിമിതമായിട്ടാണെങ്കിലും ഉണ്ടായിരുന്ന സംഗതി നിന്ന് അവർ വിട്ടുപോവുകയാണ്. ഇത് എല്ലാ രാജ്യങ്ങൾക്കും നമ്മൾ ഈ പറയുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ മേഖലകളിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഗതികൾ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള സൂചന കൂടെയാണ്, മെസ്സേജ് കൂടെയാണ് എന്ന കാര്യം ആണ് പ്രത്യേകമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. ഞാൻ ഇത്തരം ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ ഒരുപാട് രാഷ്ട്രീയമായുള്ള സംഗതികൾ അടരുകൾ അതിനകത്തുണ്ടെങ്കിൽ തന്നെയും, അതായത് നിങ്ങൾ ഒരു മതരാഷ്ട്രമാവുകയാണ് എങ്കിൽ നിങ്ങൾ മതവിശ്വാസത്തിന്, അതായത് ഇവിടെ ഭൂരിപക്ഷമായിട്ടുള്ള ബംഗ്ലാദേശുകാർ വിചാരിക്കുകയാണ് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ള ഇസ്ലാം മതത്താലാണ് അവിടെ ഭരിക്കപ്പെടേണ്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ ഇതര മതത്തിലെ ആളുകൾ അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളോട് ശത്രുതാപരമായിട്ടുള്ള മുൻവിധിയോട് കൂടിയിട്ട് പെരുമാറണം എന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാരുടെ സംഘം അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആളുകൾ ഉയർന്നു വരികയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക, ഓരോ രാജ്യത്തും എന്താണ് ഉണ്ടാവുക എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണം ഇപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ അതിശക്തമായിട്ട് അതിക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുകയാണ്, ആളുകളെ തല്ലിക്കൊല്ലുകയാണ്. എന്നാൽ അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ഇല്ല.
അങ്ങനെ നോക്കിയാൽ പിന്നെ വ്യത്യാസമുള്ള എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തും. ഇപ്പോൾ ഒരു 7 വയസ്സുകാരിയുള്ള കുട്ടിയെ വീടടക്കം തീ വെച്ച് കൊന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വിരുദ്ധ പ്രഭാഷണങ്ങളിലൂടെയും മറ്റും ശ്രദ്ധ നേടിയ ഈ ചെറുപ്പക്കാരനെ ആളുകൾ വെടിവെച്ച് കൊന്നു. അങ്ങേയറ്റം തെറ്റായ കാര്യം. പക്ഷേ ഈ നേതാവിനെ, ഈ ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ആരാണ്? അത് മുഹമ്മദ് യൂനുസ് തന്നെയാണ്. നേരിട്ട് സംസ്കാര ചടങ്ങിൽ ചെന്ന് പങ്കെടുക്കുകയും അതിനൊരു രാജ്യത്തിൻ്റെ ആകെ രക്തസാക്ഷിയാക്കി മാറ്റുകയും ചെയ്യുകയാണ്. രാജ്യത്തിൻ്റെ ആകെ രക്തസാക്ഷിയാക്കി മാറ്റുന്നതിലൊന്നും കുഴപ്പമില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോഴുണ്ടാകുന്ന താൽക്കാലിക സർക്കാരിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പുള്ള സർക്കാരിനെ പിഴുതു മാറ്റാൻ വേണ്ടിയുള്ള സമരപ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന ആൾ തന്നെയാണ് അയാൾ. പക്ഷേ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വംശീയ വിദ്വേഷവും ഇതര രാഷ്ട്രത്തോടുള്ള ശരിയല്ലാത്ത വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്ന ആ രാഷ്ട്രീയ സംഗതിയെ മുന്നോട്ട് വെച്ചിരുന്ന ഒരാളുടെ സംസ്കാര ചടങ്ങിലേക്ക് ആ രാജ്യത്തിൻ്റെ താൽക്കാലികമാണെങ്കിലും ഭരണത്തലവൻ ചെന്ന് നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അത് ആ രാഷ്ട്രീയം, ഈ ഹാദി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇന്ത്യ വിരുദ്ധത അടക്കമുള്ള രാഷ്ട്രീയത്തിന് അംഗീകാരം കിട്ടുകയാണ്. സ്വാഭാവികമായിട്ടും ആ ജനതയ്ക്കുള്ളിൽ ഈ വിദ്വേഷവും ഇതര രാജ്യത്തോടുള്ള കാരണമില്ലാത്ത വിദ്വേഷമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരികയാണ്. ഇപ്പം ഇവർ തന്നെയും ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ പറയുന്ന നേരത്തെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു കുഴപ്പത്തിലേക്ക് ആ രാജ്യം നീങ്ങുകയാണെന്ന് അവർ തന്നെയും ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള കാര്യമാണ്, അതായത് ഈ സെക്യുലറിസം, അതായത് എല്ലാ വിശ്വാസത്തിൽപ്പെട്ട ആളുകളെയും തുല്യരായിട്ട് കാണുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കാലങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കാലത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ രാജ്യം ഉണ്ടായിട്ടൊരു 10-70 വർഷക്കാലം അങ്ങനെ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകാതെ പോയതിന് കാരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഈ സെക്യുലറിസം എന്ന് പറയുന്ന എല്ലാ മതവിഭാഗങ്ങളെയും, അത് എത്രയും ചെറിയ കുറഞ്ഞ ആളുകൾ മാത്രമുള്ളൊരു വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ആളുകളാവട്ടെ, അവർക്ക് ഈ ഭരണഘടനയെ സംബന്ധിച്ച് എല്ലാവർക്കുമുള്ള അതേ അന്തസ്സുള്ള ജീവിതമാണുള്ളത്. അങ്ങനെ കാണുന്ന സംഗതി, രാഷ്ട്രീയ സംഗതിയിൽ നിന്ന് ഭരണ നേതൃത്വം മാറിപ്പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് കൂടെയാണ് ബംഗ്ലാദേശ് കാണിച്ചു തരുന്നത്. അത് ആ നിലക്ക് മനസ്സിലാക്കപ്പെടണം എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഈ പറയുന്ന നിരവധിയായിട്ടുള്ള കാലുഷ്യങ്ങൾക്കിടയിൽ ഇതിൻ്റെ കോർ ഐഡിയ ആയിട്ടുള്ള ഈ സംഗതി ഒരിക്കലും അങ്ങനെ വിചാരിക്കപ്പെടുകയില്ല. ഇവിടെ ചില രാഷ്ട്രീയ സംഘങ്ങളാണെങ്കിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘങ്ങൾ അവരെ അങ്ങോട്ടേക്ക് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. ബംഗ്ലാദേശ് എന്ന ദേശരാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ പലതവണ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്ര ശരീരത്തെ രൂപപ്പെടുന്നതിൽ അവിടെ ഉണ്ടായ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും വഹിച്ച പങ്ക് ചെറുതുമല്ല. ഭാഷാ സമരവും വിമോചന യുദ്ധവും സൈനിക അട്ടിമറികളും ഷാൻബാഗ് പ്രക്ഷോഭവുമെല്ലാം അവയിൽ ചിലത് മാത്രം. ചരിത്രത്തിലുടനീളം തെരുവ് ആ രാജ്യത്തെ ഇടപെട്ട് തിരുത്തിക്കൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ മാറ്റി തീർത്തുകൊണ്ടിരുന്നു. 2024 ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ കലാപത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. ഡോക്ടർ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് ആ രാജ്യത്തിന് സമാധാനം തിരികെ കൊടുക്കാനാകുന്നില്ല. ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളും ഏറി വരുന്നു. ബാങ്കിംഗ് മേഖലയിലുണ്ടായ തകർച്ചയിൽ നിന്നവർ കരകയറിയിട്ടില്ല. ഒപ്പം രാഷ്ട്രീയ അസ്ഥിരതയ്ക്കൊപ്പം അതിശക്തമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. അസ്ഥിരവും അരക്ഷിതവുമായ അയൽദേശം നമുക്കും നല്ലതല്ല. അവിടെ സമാധാനം പുലരും എന്ന് നമുക്കും പ്രത്യാശിക്കാം. നല്ല അയൽക്കാർ എന്ന നിലയിലുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്കും പാലിക്കാനാകട്ടെ എന്ന്. ഇടവേളയിലേക്ക്.